നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കാലം തെറ്റിയ കാലാവസ്ഥയിൽ വഴിമാറി സഞ്ചരിക്കുന്ന വയനാടിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പും ജില്ലാ ഭരണകൂടവും. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ജില്ലയിൽ ഉടനീളം 10 ലക്ഷം മരത്തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണ് ലക്ഷ്യം. വരൾച്ച രൂക്ഷമായ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി മേഖലകളെ സംരക്ഷിക്കാനായി കബനി പുഴയോരത്ത് ഹരിതകവചം തീർക്കാൻ മുളകൾ നട്ടുപിടിപ്പിക്കുന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. പച്ചപ്പൊതിച്ചു കിടന്നിരുന്ന വയനാടിനെ പച്ചപ്പിന്റെ പാതയിലേക്ക് തിരികെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വനം വകുപ്പും ജില്ലാ ഭരണകൂടവും. 10 ലക്ഷം വൃക്ഷത്തൈകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ഈ വൃക്ഷത്തൈകൾ വയനാടിന്റെ ഹൃദയഭൂമിയിലേക്ക് വേരുകളാഴ്ത്തും. സാമൂഹിക വനംവൽക്കരണ വിഭാഗത്തിന് കീഴിലെ നഴ്സറികളിൽ നിന്നായി 3 ലക്ഷം വൃക്ഷത്തൈകളും ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഓർമ്മമരം പദ്ധതിയുടെ ഭാഗമായി 7 ലക്ഷം തൈകളുമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. വരൾച്ച ബാധിത പ്രദേശങ്ങളായ മുള്ളൻകൊല്ലി, പുൽപ്പള്ളി മേഖലകളുടെ സംരക്ഷണത്തിന് കബനി പുഴയോരം കേന്ദ്രീകരിച്ച് മുളകളും മരങ്ങളും വെച്ചുപിടിപ്പിക്കാനും പദ്ധതിയുണ്ട്. 5000 മുളത്തൈകളും 15000 വൃക്ഷത്തൈകളുമാണ് ഇതിനായി കബനി തീരത്ത് വെച്ചുപിടിപ്പിക്കുക. മുള ഏറ്റവും കൂടുതൽ ജലം തടഞ്ഞു നിർത്തുകയും പുഴ സംരക്ഷിക്കാൻ, ഇടിഞ്ഞു പോകാതെ സംരക്ഷിക്കാൻ ഏറ്റവും ഫലപ്രാപ്തിയുള്ള മുളയാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ മുള ഏറ്റവും കൂടുതലായിട്ട് പുഴ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം പ്രതിരോധിക്കാനും പുഴകളുടെ സംരക്ഷണത്തിനുമായി പ്രത്യേക പദ്ധതികളും ഇത്തവണ വനംവകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്കൂളുകളിലെ NSS യൂണിറ്റ്, ഒപ്പം കുടുംബശ്രീ യൂണിറ്റുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെ ഉൾപ്പെടുത്തി പദ്ധതിയുടെ ഭാഗമായി നടുന്ന വൃക്ഷത്തൈകളുടെ പരിപാലനം ഉറപ്പുവരുത്തുകയും കൃത്യമായ നിരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്യും. മാറുന്ന കാലാവസ്ഥയ്ക്കൊപ്പം സഞ്ചരിക്കാൻ അനുവദിക്കാതെ വയനാടൻ കുളിരിനെ തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ വയനാട്ടിൽ നിറവേറ്റപ്പെടുന്നത്. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ മനോരയ്ക്കൊപ്പം അനീഷ് ശിവദാസ്, റിപ്പോർട്ടർ. പരിസ്ഥിതി സംരക്ഷണത്തിന് മരം നടിയിൽ മാത്രം മതിയോ എന്നാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പമുള്ളത് മുൻ വനം വകുപ്പ് മന്ത്രി ശ്രീ ബിനോയ് വിശ്വം, ഒപ്പം ഡോക്ടർ VS വിജയൻ എന്നിവരാണ്. ആദ്യം ശ്രീ ബിനോയ് വിശ്വത്തിലേക്ക്. ശ്രീ ബിനോയ് വിശ്വം, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് വ്യാപകമായ ഒരു പ്രവണതയാണ് ഈ മരം നടിയിൽ എന്നുള്ളത്. മറ്റന്നാളാണ് ലോക പരിസ്ഥിതി ദിനം. ഒരുപക്ഷെ അതിന് മുന്നോടിയായി പല സംഘടനകളും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. ചിലർ പ്രഖ്യാപനങ്ങളും നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ താങ്കൾ വനം വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ഈ സാമൂഹ്യ വനവൽക്കരണം അടക്കമുള്ള പദ്ധതികൾ വ്യാപകമായി കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അന്ന് പലരും അതിനെ പുച്ഛത്തോടെ നോക്കിക്കാണുകയും ചെയ്തു. ആഗോളതാപനം എന്നൊക്കെ പറയുമ്പോൾ പുച്ഛത്തോടെ പലരും അതിനെ നോക്കിക്കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് നാം ഓരോ പ്രകൃതി ദുരന്തങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ വീണ്ടും ആ പറഞ്ഞതിൻ്റെയൊക്കെ പ്രാധാന്യം സമൂഹം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഈ മരം നടിയിൽ പോലെയുള്ളവ ഒരു ഫാഷനായി മാറുകയാണോ ഈ പുതിയ കാലത്ത്? മരം നടിയിൽ കൊണ്ട് മാത്രമെല്ലാം ആയില്ല. പക്ഷേ ആ മരം നടുക തന്നെ വേണം. ആ നടുക എന്നതിനേക്കാൾ പ്രധാനമാണ് വെച്ച ഓരോ മരങ്ങളും വളർന്നു വരുമെന്ന് ഉറപ്പാക്കൽ. മരങ്ങൾ വെറും ഒരു സംഗതിയല്ല, അത് ശരിക്കും പറഞ്ഞാൽ പ്രാണവായുവാണ്, അത് കുടിവെള്ളമാണ്, അത് കാലാവസ്ഥയുടെ ഈ സന്തുലിതാവസ്ഥയെ പാലിക്കുന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് മരങ്ങളെ സ്നേഹിക്കാൻ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ പദ്ധതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്രമാത്രം വയനാട് മാറിപ്പോയി. വയനാട് മാത്രമല്ല, കേരളം മുഴുവനും മാറി, ഇന്ത്യ മുഴുവനും മാറി. ആന്ധ്രയിലും തെലങ്കാനയിലും ഈ കഴിഞ്ഞ മാസത്തിൽ പകൽ നേരത്ത് ഭക്ഷണം കഴിക്കാൻ പോലും, പാചകം ചെയ്യാൻ പോലും അടുപ്പിൽ തീ കത്തിക്കാൻ പാടില്ല, 6 മണിക്ക് ശേഷം തീ കത്തിക്കാവൂ എന്ന് സർക്കാർ ഉത്തരവിറക്കേണ്ടി വന്നു. മഹാരാഷ്ട്രയിൽ പല സ്ഥലങ്ങളിലും വയലുകൾ കത്തി, ആത്മഹത്യകളുണ്ടായി. ലത്തൂരിൽ വാട്ടർ ടാപ്പിന് ചുറ്റും സർക്കാർ തന്നെ 144 പ്രഖ്യാപിക്കേണ്ടി വന്നു. അതുകൊണ്ട് ആഗോള താപനം എന്ന് പറയുന്നത് ഒരു തമാശയല്ല. വളരെ ശരിയാണ്, ആഗോള താപനം മരമാണ് മറുപടി എന്ന് LDF ഗവൺമെൻറ് 2007 ആദ്യമായി പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് അർത്ഥം മനസ്സിലായില്ല. പലരും പുച്ഛിച്ചു, പലരും പറഞ്ഞു ഇത് വനം മന്ത്രിയുടെ ഒരു ഭ്രാന്താണെന്ന് പറഞ്ഞു. അവർക്കെല്ലാവർക്കും കാലം ഉത്തരം കൊടുത്തു കഴിഞ്ഞു, ജീവിതം ഉത്തരം കൊടുത്തു കഴിഞ്ഞു. ആഗോള താപനം മരമാണ് മറുപടി, ഗ്ലോബൽ വാർമിംഗ് ട്രീ ഈസ് ദ ആൻസർ. അതൊരു മുദ്രാവാക്യമായി കേരളം ഏറ്റെടുത്തു. ആ മുദ്രാവാക്യത്തെല്ലാം ഉണ്ട്. ആഗോളതാപനത്തിൻ്റെ കാരണം അന്തരീക്ഷമാകമാനം നിറയുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് ആഗിരണം ചെയ്യാനും
അതിന് പകരമായി പ്രാണവായുവായ ഓക്സിജൻ ഈ അന്തരീക്ഷമകം നിറയ്ക്കാനും കഴിയുന്ന കെൽപ്പുള്ള ഏക പ്രതിഭാസമാണ് മരങ്ങൾ, കാടുകൾ. ആ അർത്ഥത്തിൽ കാടിൻ്റെയും മരങ്ങളുടെയും വില ആർക്കും രൂപയിലോ അല്ലെങ്കിൽ കാശിലോ അളക്കാനാകുന്നതല്ല. മരത്തിൻ്റെ വില, കാടിൻ്റെ വില പ്രാണവായുവിൻ്റെ വിലയാണ്. മരത്തിൻ്റെ വില, കാടിൻ്റെ വില വെള്ളത്തിൻ്റെ വിലയാണ്. മരത്തിൻ്റെ വില, കാടിൻ്റെ വില ജീവൻ്റെ വിലയാണ്. അത് ഭാവിയുടെ വിലയാണ്. ഈ കാര്യം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് LDF ഗവൺമെൻറ്റിലെ വനം മന്ത്രിയായിരിക്കെ ഞാൻ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ വിനയപൂർവ്വം അവകാശപ്പെടുന്നു. തീർച്ചയായും താങ്കൾ തുടരുക ദയവായി ശ്രീ ബിനോയ് വിശ്വം. ഇപ്പോൾ ശ്രീ TN പ്രതാപൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ TN പ്രതാപൻ, ഒരുപക്ഷെ ഇപ്പോൾ താങ്കളടക്കം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിൽ വ്യാപകമായി ഒരു പ്രവണത ഉണ്ടാകുന്നത്. ഓരോ സംഘടനകളും ഓരോ പ്രഖ്യാപനം നടത്തുകയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അത് ഇത്ര മരങ്ങൾ നട്ട് തങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. പക്ഷേ അതിന് തുടർച്ച ഉണ്ടാകുന്നുണ്ടോ, ഇതാരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ എന്നൊന്നും അന്വേഷിക്കാൻ പിന്നീട് നേരമില്ല. ഒരു പരിസ്ഥിതി ദിനം വരുമ്പോൾ കുറച്ച് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതിന് വാർത്താ പ്രാധാന്യം ലഭിക്കുക, അതിനുമപ്പുറമാണ് ഇതിന് മാനങ്ങൾ ഉള്ളതെന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ശ്രീ TN പ്രതാപൻ? ആ ചോദ്യത്തിന് നമുക്ക് രണ്ട് തരത്തിൽ ഉത്തരമെടുക്കണം. ഒന്നാമത്തെ ഉത്തരം, ഇത്തരത്തിൽ പരിസ്ഥിതി ദിനത്തിലെങ്കിലും മരം വെച്ചുപിടിപ്പിക്കേണ്ടതെന്നും മരം മനുഷ്യന് നിലനിൽപ്പിന് ആവശ്യമാണെന്നും അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കുവാനുള്ള കരുതൽ ധനമാണെന്നുമുള്ള ഒരു ബോധ്യം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് ഇത്തരത്തിലുള്ള ഏത് സംഘടനകളോ സർക്കാരോ വ്യക്തികളോ ആരായാലും പരിസ്ഥിതി ദിനത്തിൽ മരം വെക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നതിനെ നമുക്ക് ആ തരത്തിൽ സ്വാഗതാർഹമായ രീതിയിൽ അഭിനന്ദിക്കാം. ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം അത് സർക്കാർ തലത്തിലായാലും സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ വെച്ചാലും അവയിൽ ഒരു 10% സംരക്ഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതും ആശ്വാസകരമാണ്. അത്തരത്തിലെങ്കിലും ഉണ്ട് എന്നതുകൂടി സ്വാഗതാർഹമാണ്. പക്ഷെ കുറെ കൂടി ഗൗരവത്തിലെടുത്താൽ നമ്മുടെ സമൂഹത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്കടക്കം മരം വെച്ചുപിടിപ്പിക്കേണ്ടതാണെന്നും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ഈ പരിസ്ഥിതി ചൂഷണം ചെയ്യുന്നവരെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതാണെന്നും അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്ന് അതിവേഗം വളർന്നു വരുന്നു എന്നത് വളരെ 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 ആഹ്ലാദകരമായ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് മരം വെക്കുകയും അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സന്നദ്ധമായി വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ. തീർച്ചയായും അതാണ് താങ്കളുടെ നിലപാട്. ദയവായി തുടരുക. ഡോക്ടർ VS വിജയൻ, ഇപ്പോൾ 1970കളുടെ ആദ്യമേ തന്നെ ഒരുപക്ഷെ സ്റ്റോക്ക്ഹോം സമ്മേളനത്തോടൊക്കെയാണ് ലോകവ്യാപകമായി ഇത്തരത്തിൽ ചിന്താ പദ്ധതികൾ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ വലിയ തോതിൽ ഒരു പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് സൈലന്റ് വാലി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അതിനെന്ത് സംഭവിച്ചു എന്ന് നമ്മൾക്കറിയാം. ഇന്ദിരാഗാന്ധി എന്നൊരു ഭരണാധികാരിയുടെ ഇടപെടൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അവരുടെ തന്നെ ഇടപെടൽ കൊണ്ട് പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ പദ്ധതി ഇല്ലാതാക്കുന്നു. ഇതാണ് കേരളത്തിൽ ഒരുപക്ഷെ ഇത്തരം ഒരു സമരങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. അന്നുണ്ടായിരുന്ന ഭരണാധികാരികൾ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു. ഒരുപക്ഷെ അതിനുശേഷം ഇത്തരം നിരവധി പദ്ധതികൾ നമ്മുടെ ആലോചനയിൽ വരുമ്പോൾ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. ആ ഒരു അവബോധത്തിലേക്ക് മാറാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഡോക്ടർ VS വിജയൻ? എനിക്ക് തോന്നുന്നത് വളരെ എടുത്തു പറയാവുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം ഇപ്പോൾ ജനങ്ങളിൽ വന്നിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഇങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരാവശ്യം ജനങ്ങൾക്ക് തോന്നിയത് ഒരു പക്ഷേ അത് സംരക്ഷിക്കാത്തത് കൊണ്ടുണ്ടായ വിപത്തുകളുണ്ടാണ്. ഇപ്പോൾ ഈ ഉണ്ടായ വരൾച്ച വളരെ കൃത്യമായിട്ട് വരൾച്ചയുടെ കാര്യങ്ങൾ ജനം മനസ്സിലാക്കി തുടങ്ങി. അത് കാട് നശിപ്പിക്കുന്ന എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ കാട് വെച്ച് പിടിപ്പിക്കണമെന്നുള്ള ഒരാഗ്രഹം വന്നു പൊതുജനങ്ങൾ. ഇപ്പം ഇവിടെ മരം വെച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് മാത്രം മതിയോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ആദ്യമേ ചോദിച്ചത്. അത് മാത്രം പോരാ, അത് വളരെ ആവശ്യമാണ്. പക്ഷേ അതിനോടൊപ്പം വേണ്ടത് സർക്കാർ, ഏത് സർക്കാരായാലും ഒരു കൃത്യമായിട്ടുള്ള ഒരു നയം വേണം. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമായിരിക്കണം ഒരു വികസനം. അങ്ങനെ ഒരു ഡിക്ലറേഷനാണ് ഞാൻ ഈ സർക്കാരിൽ നിന്നും ജൂൺ 5 പ്രതീക്ഷിക്കുന്നത്.
പ്രകൃതിയെ നശിപ്പിച്ച്, പരിസ്ഥിതിയെ നശിപ്പിച്ച്, നമ്മുടെ കാടുകൾ നശിപ്പിച്ച്, തണ്ണീർത്തടങ്ങൾ നശിപ്പിച്ചിട്ടുള്ള ഒരു വികസനം നമുക്കിനി വേണ്ട എന്നുള്ളൊരു തീരുമാനം സർക്കാർ കൃത്യമായിട്ട് പ്രഖ്യാപിക്കണം. LDFിൻ്റെ ഈ പ്രകടന പത്രികയിൽ കുറേയൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പറയേണ്ട ഒരാവശ്യമാണ്. അതിനുള്ളൊരു അവസരമാണ് ജൂൺ 5. നമ്മുടെ വികസനത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം സർക്കാർ കൊടുത്തേ മതിയാകൂ. ഈ GDP ബേസ്ഡ് വികസനം ഇനി അതിനെക്കുറിച്ച് പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. വികസനത്തിൻ്റെ നിർവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും ശുദ്ധവായു, ശുദ്ധവെള്ളം, ശുദ്ധ ഭക്ഷണം, ജീവിക്കാനൊരു വീട്, അതുപോലെ ആരോഗ്യ സുരക്ഷിതത്വം, സോഷ്യൽ സുരക്ഷിതത്വം, മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇതെല്ലാം ഓരോ വ്യക്തിക്കും ഉറപ്പുവരുത്തുന്നതായിരിക്കണം നമ്മുടെ വികസനം. ഓരോ വ്യക്തിക്കും. ഇപ്പോൾ അതില്ല. നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് 68 വർഷം കഴിഞ്ഞില്ലേ? ഇപ്പോഴും 67% ജനങ്ങൾക്ക് കക്കൂസില്ല എന്ന് പറയുന്നത് നാണക്കേടാണ് ഇന്ത്യയിൽ മൊത്തം. ആ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മളിരിക്കുന്നത്. അത് മാറ്റിയേ പറ്റൂ. അത് മാറ്റണമെങ്കിൽ ബേസിക് റിക്വയർമെൻറ്റ്, സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു വികസനമാണ് വരേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മരം വെച്ച് പിടിപ്പിക്കൽ എന്ന് പറഞ്ഞൊരു സ്കീമിൻ്റെ ആവശ്യമില്ല. കാരണം പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ട് മാത്രമേ അത്തരമൊരു വികസനം നടത്താൻ പറ്റുള്ളൂ. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ളൊരു വികസനം ഇവിടുത്തെ പാവങ്ങളോട് ചെയ്തൊരു വലിയ തെറ്റാണ്. ഇവിടുത്തെ പ്രകൃതി നമ്മുടെ ഒത്തുകൂടി നമ്മൾ ആലോചിക്കേണ്ടത് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഇതുകൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു വിധത്തിലും കാട് നശിപ്പിച്ചോ തണ്ണീർത്തടങ്ങൾ നശിപ്പിച്ചിട്ടുള്ള ഒരു വികസനത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. അത്തരം ഒരു പ്രഖ്യാപനമാണ് ജൂൺ 5-ാം തീയതി ഈ സർക്കാരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും തുടരുക. ശ്രീ ബിനോയ് വിശ്വം, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവബോധം വളർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷേ ഇത്തരം പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ജനകീയ സമരങ്ങളുടെ നേതൃനിരയിൽ ആരാണ് ഉള്ളത് എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷേ പ്രകൃതിയോട് അടുത്ത ജീവിതം നയിക്കുന്നവർ, ആദിവാസി വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, ഒരുപക്ഷെ കർഷകർ, അവരുടെയൊക്കെ നേതൃത്വത്തിൽ പല ജനകീയ സമരങ്ങളും നടക്കുന്നുണ്ട് ഈ പ്രകൃതി നാശത്തിനെതിരായി. പക്ഷേ കേരളത്തിൽ പ്രബലമായ ഇടത്തട്ട് മധ്യവർഗം എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം സമരങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കുന്നവരാണ്. കാരണം ഇവിടെ കാട് വെട്ടിയാലും ഒന്നുമില്ല, പുഴ ഇല്ലാതായാലും ഒന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പ്രബല മധ്യവർഗ ഇടത്തട്ട് സമൂഹം കേരളത്തിലടക്കമുണ്ട്. സ്വാഭാവികമായും ഈ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സാധ്യമാണ് നമ്മുടെ ഈ കേരളീയ പൊതുസമൂഹത്തിൽ? കാട് വെട്ടിയാലും ഒന്നുമില്ല, പുഴകളെല്ലാം ഇല്ലാതായാലും ഒന്നുമില്ല എന്നൊരു വാദം പണ്ടുണ്ടായിരുന്നു. അങ്ങനെ വാദിക്കുന്ന പലരും ഇപ്പോഴും കാണും. പക്ഷെ അവർക്ക് പോലും പഴയ വീര്യത്തോടു കൂടി അത് പറയാനാകാത്തൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം വെറുതെ ഉണ്ടായതല്ല. ഈ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയുള്ള ബോധ്യമാണ് ആ മാറ്റമുണ്ടാക്കിയത്. ആ മാറ്റത്തിൻ്റെ പിറകിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കേരളത്തിൽ കാടിനോടും പുഴകളോടുമുള്ള സമീപനത്തിൽ ഗുണപരമായ മാറ്റമുണ്ടായതിൻ്റെ പിറകിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച ജീവിതാനുഭവങ്ങളുണ്ട്. അതിനുവേണ്ടി സംഭവിച്ചിട്ടുള്ള ഒരുപാട് ബോധവൽക്കരണ പ്രക്രിയകളുണ്ട്. അതെല്ലാം പൂർത്തിയെന്ന് ഞാൻ പറയുകയല്ല, അതിനെയും മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എൻ്റെ അനുഭവം ഞാൻ പറയാനാണെങ്കിൽ ഈ രംഗത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് വലിയ മനുഷ്യരെക്കാളും ചെറിയ മനുഷ്യരാണ്. ആദിവാസികളും പാവങ്ങളും തന്നെയാണ്. അതുപോലെ തന്നെ പ്രായത്തിൽ തീരെ കുറവുള്ള ചെറുതായിട്ടുള്ള വിദ്യാർത്ഥികളും, ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ വഹിച്ച പങ്കിനെപ്പറ്റി എനിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. അവർ ഏത് മുതിർന്നവരെക്കാൾ കൂടുതലായി ഈ പ്രകൃതിക്ക് മേൽ നടക്കുന്ന ആക്രമണങ്ങളെപ്പറ്റി ചിന്തിച്ചവരും അതേപ്പറ്റിയുള്ള നിലപാട് കൈക്കൊണ്ടവരുമാണെന്ന് പറയാൻ എനിക്ക് തീർച്ചയായിട്ടും കഴിയും. ഈ ആഗോളവൽക്കരണത്തിൻ്റെ, ആഗോളതാപനത്തിൻ്റെ അനുഭവങ്ങൾ, ആപത്തുകളെപ്പറ്റി നടത്തിയ ഒരുപാട് ചർച്ചകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ആദ്യഘട്ടത്തിൽ അന്ന് ലോകത്തിന് ആഗോളതാപനത്തിൻ്റെ അധികം അറിയില്ലായിരുന്നു. അന്ന് കോപ്പൻഹേഗൻ ഉച്ചകോടിയെപ്പറ്റിയോ ബാലി സമ്മിറ്റിനെ പറ്റിയോ ലോകം അറിഞ്ഞിരുന്നില്ല. അന്നത്തെ കാലത്ത് കേരളത്തിൽ 2007 ആഗോളതാപനത്തിൻ്റെ ആപത്തിനെ പറ്റിയുള്ള ഒരുപാട് ചർച്ചകൾക്ക് വേണ്ടി മുൻകൈയെടുത്ത വകുപ്പായിരുന്നു LDF ഗവൺമെൻറ്റിലെ വനം വകുപ്പ്. അതിലേറ്റവും അധികം താല്പര്യപൂർവ്വം പങ്കെടുത്തത് വിദ്യാർത്ഥികളാണെന്ന കാര്യം ഞാനിവിടെ അഭിമാനപൂർവ്വം പറയുന്നു. അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടാൽ ആ വിദ്യാർത്ഥികൾ, ആ പുത്തൻ തലമുറ ആ ബോധ്യത്തിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാകുമെന്നാണ് അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര മുഖങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നു.
നൂറായിരം കത്തുകൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. അവരെല്ലാവരും വെറുതെ മരം വെച്ച് പിടിപ്പിച്ച കഥ മാത്രം പറയുകയല്ല. അവർക്ക് ആഗോളതാപനത്തെപ്പറ്റി സാമാന്യമായി അറിയാം. അവർ സ്വയം പഠിക്കാൻ ശ്രമിച്ചു. ഭൂമികളുടെ ചൂട് കൂടിയത് കഴിഞ്ഞ 100 കൊല്ലങ്ങളിൽ 0.67 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും ഇന്നത്തെ പോലെയുള്ള വികസനവാദം ഭ്രാന്ത് പിടിച്ചു പോയാൽ ആ തോത് 6.7 ഡിഗ്രി സെൽഷ്യസായി വരുന്ന 100 കൊല്ലങ്ങളിലെന്നും ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ വിദ്യാർത്ഥികളെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. അവരാരും വലിയ പണക്കാരുടെ മക്കളല്ല. അവരെല്ലാം സാധാരണ അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്. അവരതെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളിലേക്ക് അവരെ കൊണ്ടുവന്നതിനകത്ത് എൻ്റെ മരം പദ്ധതി വഹിച്ച പങ്കിനെപ്പറ്റി എനിക്ക് നല്ല അഭിമാനബോധമുണ്ട്. ആരെല്ലാം അന്ന് കളിയാക്കിയെങ്കിലും, ആരെല്ലാം അന്ന് ഒരുപാട് പുച്ഛിച്ചെങ്കിൽ പോലും ഈ വിദ്യാർത്ഥികളടക്കമുള്ള പുത്തൻ തലമുറ ആഗോളതാപനത്തെപ്പറ്റി മനസ്സിലാക്കാൻ കാണിച്ചിട്ടുള്ള ആ ഒരു പ്രതികരണത്തിൻ്റെ നന്മയും ഊർജ്ജസ്വലതയും പരിശുദ്ധിയും മാത്രം മതിയാകും. അതിനുവേണ്ടി കാണിച്ചിട്ടുള്ള മുൻകൈക്കും ചിലവഴിച്ച ഊർജ്ജത്തിനുമുള്ള പ്രതിഫലം അത് മാത്രമാണ്. ആഗോളതാപനത്തിൻ്റെ ഏക പരിഹാരം തീർച്ചയായിട്ടും മരങ്ങൾ മാത്രമല്ല. പക്ഷേ മരങ്ങൾ പ്രധാനപ്പെട്ടൊരു പരിഹാരം തന്നെയാണ്. വെച്ചുപിടിപ്പിക്കുന്ന മരങ്ങൾ വളർന്നു വരണം. അതിനുവേണ്ടി ജനങ്ങളെ ആശ്രയിക്കണം. വിദ്യാർത്ഥികളെ ആശ്രയിച്ചപ്പോൾ ഫലമുണ്ടായിട്ടുണ്ട്. LDF സർക്കാരിൻ്റെ 5 വർഷങ്ങൾക്കുള്ളിൽ 1,87,00,000 തൈകൾ വെച്ചുപിടിപ്പിച്ചു കേരളത്തിൽ. ആ തൈകളെല്ലാം വെച്ചുപിടിപ്പിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഏൽപ്പിച്ചുകൊണ്ട് ചുമ്മാ കൊണ്ട് വെച്ചുപിടിപ്പിച്ചു, കണക്കെഴുതി അറിയിച്ചു, പണം ചെലവഴിച്ചു എന്നല്ല ഗവൺമെൻറ് പറഞ്ഞത്. ആ കൊടുത്ത ഓരോ തൈയുടെയും കൂടെ പുറകിൽ നിൽക്കുവാൻ ഒരു പ്രസ്ഥാനം വേണം, ആളുകൾ വേണമെന്ന് ഉറപ്പാക്കി. പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ, അവർക്ക് വേണ്ടിയായിരുന്നു എൻ്റെ മരം പദ്ധതി ഉണ്ടായത്. തൊഴിലാളികൾ, അവർക്ക് വേണ്ടിയാണ് വഴിയോര പദ്ധതി ഉണ്ടായത്. തീർച്ചയായും അതിന്റെ സംരക്ഷണം കൂടി ആ സർക്കാർ ഉറപ്പുവരുത്തിയിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ ടി എൻ പ്രതാപൻ, ഒരുപക്ഷെ അനുഭവങ്ങളാണ് നമ്മൾക്ക് പുതിയ പാഠങ്ങൾ നൽകുന്നത്. ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായ വളരെ വലിയ ചൂടെന്ന് പറയുന്നത് സ്വാഭാവികമായും ആളുകൾ അതിൻ്റെ കാരണം തിരക്കുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തിരിച്ചറിയുന്നു. സ്വാഭാവികമായും ഒരു അവബോധം വളരേണ്ടതാണ്. ഇപ്പോൾ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്കത് പുതിയ പാഠമായി മാറേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ കഴിയുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിന്? അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. നമ്മളെല്ലാ ഭൂരിപക്ഷം ആളുകളും ഇന്നും ലാഭം മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവനവന്റെ മൂലധന വർധനവിന് വേണ്ടി സ്വപ്നം കണ്ടു നടക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുമാണ്. അവർക്ക് ഒരു കാരണവശാലും നദി നിലനിൽക്കണം, നിലവയൽ നിലനിൽക്കണം, മരങ്ങൾ നിലനിൽക്കണം, വനം നിലനിൽക്കണം, അല്ലെങ്കിൽ കടൽ തീരങ്ങൾ നിലനിൽക്കണം, കായലും കായൽ തീരങ്ങളും നിലനിൽക്കണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ആളുകളല്ല. പഴയ നമ്മുടെ തലമുറയെ നമ്മൾ വികാരത്തോടു കൂടി സ്മരിക്കുകയാണ്. ഒരു മരം അതിന് പ്രായം കൂടിയാൽ പോലും അവനവന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മുറിക്കുമ്പോഴോ, പ്രകൃതിക്ഷോഭം മൂലം ആ മരത്തിന് കേട് വന്ന് അത് മുറിച്ചു മാറ്റുമ്പോഴോ, ആ മഴുവുമായി വന്നാൽ ആ മരത്തിന്റെ കടയ്ക്കൽ വന്ന് ആ മരത്തോട് മാപ്പ് ചോദിച്ച് അല്ലെങ്കിൽ മരത്തോട് സമ്മതം ചോദിച്ച് അതിന്റെ തലപ്പ് മുറിക്കുന്ന ആ പഴയ ആളുകളെ നമുക്ക് ഓർമ്മയുണ്ട്. മരം മുറിക്കുമ്പോൾ തന്നെ വേറെ മരം വെച്ചുകൊണ്ടല്ലാതെ മുറിക്കാത്തവർ, അല്ലെ അതിന് ആ മരത്തിന്റെ മുന്നിൽ പഴയ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അവിടെ വന്ന് പൂജ നടത്തി മരത്തോട് ക്ഷമ ചോദിക്കുന്നവർ, ശപിക്കരുത്, ഞങ്ങൾ ശപിക്കരുത് എന്ന് പറയുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടിട്ടാണ് നമ്മുടെ ഈ കേരളത്തിലെ സമൂഹം വളർന്നു വന്നത്. ഇന്നോ വർത്തമാനകാലത്ത് എല്ലാം നമ്മൾ ഈ ഭൗതികതയിൽ വലിയ ആകർഷീയത കൂടി വരികയാണ്. എല്ലാവർക്കും പണം സമ്പാദിക്കണം, ഭൗതികമായ സമ്പത്ത് സ്വരൂപിക്കണം. ഇതിനൊന്നും ഈ പ്രകൃതി ഒന്നും എനിക്ക് ബാധകമല്ല. ഞാൻ പാടനൂർക്കും, ഞാൻ കുന്നിടിക്കും. ആ പാടനൂർക്കുന്നതിനോ കുന്നിടിക്കുന്നതിനോ ആരെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടാൽ അവനെല്ലാം വൃഷ്ടി കൽപ്പിക്കപ്പെടുന്നവനായി മാറും. അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ പ്രതിബദ്ധത വളരെ വളരെ കുറഞ്ഞു വരുമ്പോഴാണ് എന്റെ ആത്മസുഹൃത്ത് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ കുറെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഇന്ന് ഇതിനകത്ത് സ്വയം സമർപ്പിതരായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തലമുറയാണ് നമുക്കിനി പ്രതീക്ഷിക്കേണ്ടത്. ഇതിനിടയിലുള്ള സമൂഹമുണ്ട്. ആ തലമുറ ഇതിൽ നിന്ന് വല്ലാതെ വ്യതിചലിച്ചു പോയി. ഇനിയും ഈ വ്യതിചലനം തുടർന്നു വന്നാൽ കേരളം ഒരു മരുഭൂമിയായി മാറും. ഇപ്പൊ തന്നെ നമുക്ക് പാലക്കാട് മാത്രമല്ല 46 ഡിഗ്രി ചൂടുണ്ടായത്. ഈ വേനൽമഴ ഇത്തവണ കുറഞ്ഞ സന്ദർഭത്തിൽ കേരളത്തിലെ നദീതീരങ്ങളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ഏറ്റവും ചൂട് കുറഞ്ഞ പ്രദേശമുള്ള സ്ഥലത്ത് പോലും വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം മനുഷ്യണ്ടായി. കുടിവെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടായി. വടക്കേ ഇന്ത്യയിൽ നിന്നും വേനൽ രൂക്ഷമായപ്പോൾ പാലായനം ചെയ്യുന്ന സമൂഹത്തെ പോലെ കേരളത്തിലും പാലായനം ചെയ്യുന്ന ആളുകൾ പാലക്കാട് അല്ലാത്ത സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ 5 താലൂക്കിലാണ് നേരത്തെ ഭൂഗർഭ ജലത്തിന്റെ അളവ് നമ്മൾ കുറഞ്ഞത് കണ്ടത്. ഇപ്പൊ അത് പുതിയ പരീക്ഷണത്തിൽ താലൂക്കുകളുടെ എണ്ണം കൂടി വരികയാണ്. ഈ അപകടം തീർച്ചയായും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ഡോക്ടർ VS വിജയൻ, ഇപ്പോൾ പരിസ്ഥിതിയെ ചൂഷണം ചെയ്ത് അല്ലാതെ എങ്ങനെ മനുഷ്യജീവിതം സാധ്യമാകുമെന്ന് ചോദിക്കുന്ന ആളുകൾ കൂടിയുണ്ട് ഇവിടെ. മണൽ വാരരുത് എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ മണൽ തരൂ എന്നവർ പറയും, കുന്നിടിക്കരുത് എന്ന് പറയുമ്പോൾ മണ്ണ് തരൂ എന്ന് പറയും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കൂടിയുണ്ട് ഇവിടെ. സ്വാഭാവികമായും ഒരുപക്ഷെ മനുഷ്യനാവശ്യമായ ജീവിതക്രമം സൃഷ്ടിച്ചെടുക്കാൻ ഇത്തരത്തിൽ അവശ്യ വസ്തുക്കൾ വേണമെന്നുള്ള നിലപാടെടുക്കുന്നവരുമുണ്ട്. അവരുടെ വാദങ്ങളെ ഒരുപക്ഷെ മാറ്റി നിർത്താൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. എങ്ങനെ ഇത് ഒത്തിണക്കിയ ഒരു ജീവിതശൈലി ഇവിടെ രൂപപ്പെടുത്താൻ കഴിയും? അതിൽ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഞങ്ങൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. പ്രകൃതിയെ നശിപ്പിക്കാതെ എന്ന് വെച്ചാൽ ഒട്ടും തൊടാതെയല്ല, വളരെ കുറച്ച് പ്രകൃതി ഉപയോഗിച്ചിട്ട് വികസനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മണലിൻ്റെ കാര്യം പറഞ്ഞു. മണൽ തീരെ വാരണ്ടെന്നോ അല്ലെങ്കിൽ പാറമട വേണ്ടെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഇതിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കണം. നമ്മൾ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ബിൽഡിംഗ് കെട്ടർ എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറമട അല്ല, പാറ ഉപയോഗിക്കണമെന്നോ കരിങ്കല്ല് ഉപയോഗിക്കണമെന്നോ മണൽ ഉപയോഗിക്കണമെന്നോ സ്റ്റീൽ ഉപയോഗിക്കണമെന്നോ അല്ല, അത് കഴിയുന്നത്ര കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോറി ബേക്കർ കൺസ്ട്രക്ഷൻസ് ഉണ്ട്, അതിനൊക്കെ വളരെ കുറച്ച് 40-44% കുറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വീട് തൃശ്ശൂർ വെച്ചിരിക്കുന്നതിൽ 44% മണലും സ്റ്റീലും കരിങ്കല്ലും ഒക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കോയമ്പത്തൂർ വലിയൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു സലിമാലി ഓർമ്മയ്ക്കായിട്ട്. അതിൽ 44% സ്റ്റീലും സിമെൻറ്റും മണലും ഒക്കെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉപയോഗിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, ഉപയോഗിക്കണം, പക്ഷേ വേണ്ടതിന് മാത്രം ഉപയോഗിക്കണം. ഇവിടെ സംഭവിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ബിൽഡിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അനാവശ്യമായിട്ട് ബിൽഡിങ്ങുകളൊന്ന്, പിന്നെ ബിൽഡിങ്ങിൻ്റെ സൈസസ്, വീടിൻ്റെ സൈസ്, ഒരു വീട് എത്ര വലുതാകാം എന്നുള്ള ഒരു നിയമം ഇവിടെ കൊണ്ടുവരണം. നമുക്ക് വേണ്ടത് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ബിൽഡിംഗ് കോഡ് വേണം. ഒരു വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതനുസരിച്ചിരിക്കണം വീടിൻ്റെ സൈസ്. കൂടിയാൽ ഒരു 3000 അല്ലെങ്കിൽ 3500 മാക്സിമം, അതിൻ്റെ കൂടുതൽ ആവശ്യമില്ലാതെ തോന്നുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ചേറ്റുവ പുഴയുടെ തീരത്ത് തന്നെ 5 വീടുകളുണ്ട്. 18500 സ്ക്വയർ ഫീറ്റാണ് ഒരു വീടിൻ്റെ സൈസ്. തൃശ്ശൂർ ടൗണിൽ 3 വലിയ വീടുകൾ ഇപ്പോൾ പണിതിട്ടുണ്ട്. അത് ഒരെണ്ണത്തിൻ്റെ സൈസ് എത്രയാണെന്നറിയോ? 36,500 സ്ക്വയർ ഫീറ്റാണ്. ഇത് ആരെങ്കിലും ഉപയോഗിക്കും? ഇത്രയും അംബാനി പണിതിട്ടുണ്ട്. 27 നിലയുള്ള 24 നിലയുള്ള ബിൽഡിംഗ് അവിടെ പണിതിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 ഹെലികോപ്റ്റർ സൈമൾട്ടേനിയസ് ആയിട്ട് ഇറങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് അവർ പണിയുന്ന, അവർക്ക് പൈസ ഉണ്ട്, അവർ പണിതും. ഒരു ബിൽഡിംഗ് ഇത് എത്ര, എൻ്റെ വീട് എങ്ങനെ ആയിരിക്കണമെന്ന്, എത്ര വലുതായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. എൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ, എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കൈ കടത്താൻ പാടില്ല. എന്ന് വെച്ചാൽ ഇതുപോലെ വലിയ ബിൽഡിംഗ് കെട്ടുമ്പോൾ, അനാവശ്യമായിട്ടുള്ള വലിയ ബിൽഡിംഗ് കെട്ടുമ്പോൾ ഈ ബിൽഡിംഗ് റിസോഴ്സസ് കല്ല്, മണൽ, സ്റ്റീലിൻ്റെ ഒക്കെ വില മാർക്കറ്റിൽ കൂടുന്നു. അപ്പോൾ സാധാരണക്കാരന് വീട് വെക്കാൻ പറ്റാതെ വരുന്നു. അതാണ് അപ്പോൾ അവരുടെ റൈറ്റിനെ നമ്മൾ ഡിനൈ ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോൾ ഒരു ബിൽഡിംഗ് കോഡ് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കും. തീർച്ചയായും അതാണ് താങ്കൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. ദയവായി തുടരുക. ശ്രീ ബിനോയ് വിശ്വം, ഇപ്പോൾ ഈ വികസനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നാം പറയുന്ന ഒരു ഗർവുണ്ട്, നാം നേടിയ പുരോഗതിയുടെ ഗർവെന്ന് പറയുന്നത്. പക്ഷേ അവിടെ മറുഭാഗത്ത് പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് സമകാലിക യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഭരണകൂടങ്ങൾക്ക് നന്നായി ഇടപെടാൻ കഴിയുന്ന മേഖലയാണ്. നിയമമില്ലാത്തതല്ല പ്രശ്നം, അത് നന്നായി നടപ്പിലാക്കാത്തതാണ്. ഇക്കാര്യത്തിൽ ഭരണകൂടങ്ങൾക്ക് ക്രിയാത്മകമായി എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നത് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നമുക്ക് തീർച്ചയായിട്ടും കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെറിയ മതിയാകും. ഈ പോക്ക് ഇതുപോലെ പോയാൽ ഉണ്ടാകാൻ പോകുന്ന നാശമായിരിക്കും. നമ്മൾ ഈ കെട്ടിപ്പൊക്കിയ എല്ലാ വികസനവും തലകുത്തി താഴെ വീഴും. ഈ പണം കൊണ്ട് ഉണ്ടാക്കി വെച്ചതെല്ലാം എത്രമാത്രം നൈമിഷികമാണെന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരും. പണം കൊടുത്താൽ ദാഹം മാറുമോ? പണത്തിന് പകരം പ്രാണവായുവിന് പകരമായിരിക്കുമോ പണം? നമ്മുടെ മക്കളോടെ ജീവിക്കാൻ വരുമ്പോഴത്തേക്ക് ഈ മണ്ണിൽ കുറച്ച് പരിശുദ്ധി വേണ്ടേ? മാലിന്യം നിറഞ്ഞ, നടന്നു പോകാൻ വയ്യാത്തത്ര ഈ മാലിന്യ കൂമ്പാരമായ ഒരു ഭാവിയാണോ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? അതുകൊണ്ട് ഈ ചിന്തകളെല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ഇവിടെ വിജയൻ സാർ പറയുകയുണ്ടായി, ഒരു വീട്ടിൽ
4 പേര് 5 പേര് അല്ലെങ്കിൽ 6 പേര് 7 പേര് ഒരു വീട്ടിലെ മെമ്പർമാരുടെ എണ്ണം നോക്കിയിട്ട് ആ വീടിന് പരമാവധി എത്രമാത്രം വിസ്തീർണം ഉണ്ടാകാം, അതേപ്പറ്റി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ അംബാനിയെല്ലാം കാണിച്ച ശുദ്ധമായിട്ടുള്ള പോഷ്കും വെല്ലുവിളിയാണ്. 27 നിലയുള്ളൊരു വീട് പണിതിട്ട് ഒരു പണക്കാരൻ എല്ലാ ഇന്ത്യക്കാരോടും നോക്കി പുച്ഛിക്കുകയാണല്ലേ അയാൾ ആരും ആകട്ടെ. അങ്ങനെ ചെയ്യുന്ന പണക്കാരോട് ഭരണകൂടത്തിന് പറയാൻ പറ്റണം, ഇത് ഭ്രാന്താന്ന് പറയാൻ പറ്റണം. അത്തരം വീടുകൾക്ക്, ആർഭാട വീടുകൾക്കെല്ലാം ഗവൺമെൻറ് വൻതോതിൽ സെസ് ഏർപ്പെടുത്തണം. ആ സെസ് വഴി ലഭിക്കുന്ന മുഴുവൻ പണവും ഈ നാട്ടിലെ വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ആ വഴിക്ക് ഒരു ശ്രമം നടത്തിയ ഒരു മന്ത്രിയാണ് ഞാൻ ഭവന വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. ആർഭാട വീടുകൾക്ക്, ഇതുപോലെ ഉള്ള വീടുകൾക്ക് സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് ആ സെസ് വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ ഒരു നിർദ്ദേശമുണ്ടായതാണ്. നിർഭാഗ്യവശാൽ ആ നിർദ്ദേശം LDF സർക്കാരിന് അന്ന് നടപ്പിലാക്കാൻ പറ്റിയില്ല. എൻ്റെ അഭ്യർത്ഥന, പുതിയ LDF ഗവൺമെൻറ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അന്ന് LDFിലെ ഭവന വകുപ്പ് തുടങ്ങി വെച്ച ആ പദ്ധതിയെ മുമ്പോട്ട് കൊണ്ടുപോകണം. അവിടെ ഫയലൊക്കെ ഉണ്ടാകും. ആ ഫയലിൻ്റെ മേൽ നടപടി ഉണ്ടാകണം. എന്നിട്ട് അത് ഉറപ്പാക്കണം. അതിന്റെ മെച്ചം സമൂഹം കാണും. തീർച്ചയായും ആ നിർദ്ദേശം താങ്കൾ മുന്നോട്ട് വെക്കുകയാണ്. ഒരുപക്ഷെ ഒരു ഭരണകൂടത്തിന് കൃത്യമായി ഇടപെടാൻ കഴിയുന്നത് ആ നിലയ്ക്ക് തന്നെയാണെന്ന് താങ്കൾ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം, ഒപ്പം ശ്രീ TN പ്രതാപൻ, ഡോക്ടർ VS വിജയൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി പൂർത്തിയാവുകയാണ്. നമസ്കാരം.